ശബരിമലയിൽ പൂജാദ്രവ്യങ്ങളും സാധനങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കാൻ കേന്ദ്രീകൃത സ്റ്റോർ സംവിധാനം നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ്. ഈ തീർത്ഥാടന സീസൺ മുതൽ പദ്ധതി നിലവിൽ വരും. പൂജാദ്രവ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും കൃത്യസമയത്ത് സാധനങ്ങൾ ലഭ്യമാക്കാനും പ്രത്യേക ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തും. ശബരിമലയിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് ഭക്തരെ ലക്ഷ്യമിട്ട് വഴിപാട് സാധനങ്ങളിലടക്കം ചൂഷണം ചെയ്യുന്ന വൻ സംഘമാണ് സന്നിധാനത്തും പരിസരത്തുമുള്ളത്. ഈ സംഘത്തെ തടയിക്കുക എന്ന വാദമുയർത്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേന്ദ്രീകൃത സംവിധാനം ശബരിമലയിൽ നടപ്പിൽ വരുത്തുന്നത്. ഈ തീർത്ഥാടന കാലം മുതൽ സ്റ്റോർ സംവിധാനം സജ്ജമാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പൂജാ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. സ്റ്റോറിന്റെ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥന് പ്രത്യേക ചുമതലയും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഈ പൂജാ സാധനങ്ങൾ വാങ്ങുന്നതും സ്റ്റോർ കാര്യത്തിലൊക്കെ വലിയ ക്രമീകരണം വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരു സാധനവും സ്റ്റോറിൽ എടുക്കാതെ അവിടെ പൂജയ്ക്ക് എടുക്കാനോ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ആ സ്റ്റോർ വളരെ ഭംഗിയായിട്ട് പുനഃസംവിധാനം ചെയ്യും. ഏത് ഭക്തൻ എന്ത് സാധനം കൊണ്ടു കൊടുത്താലും അഭിഷേകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണെങ്കിലും സ്റ്റോറിലെടുത്ത് ഗുണനിലവാരവും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ വിഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരമപവിത്രമായിട്ടും ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്ന ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഏറ്റവും മികച്ച ക്വാളിറ്റി, അതിനി എന്ത് വന്നാലും ശരി ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള സാധനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക സ്റ്റോർ തീർച്ചയായിട്ടും നിലവിൽ വരും. സാധനങ്ങൾ കൃത്യസമയത്ത് സ്റ്റോക്കിലേക്ക് എത്തിക്കുന്നതും വിതരണം ചെയ്യുന്നതും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ കീഴിലായിരിക്കും. ഈ പുതിയ പരിഷ്കാരത്തോടെ ശബരിമലയിലെ വഴിപാട് സാധനങ്ങളുടെ വിതരണത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. രണ്ടാം ഘട്ടത്തിൽ മറ്റ് മേജർ ക്ഷേത്രങ്ങളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാനാണ് നിലവിൽ ബോർഡിന്റെ നീക്കം. ജനം, തിരുവനന്തപുരം.